بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം നമ്മൾ മനസ്സിലാക്കി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാല്യം നമ്മൾ മനസ്സിലാക്കി. അബൂ ത്വാലിബിന്റെ കൈകളിലേക്ക് അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു. വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യങ്ങളായിരുന്നു അബൂ ത്വാലിബിന്റെ വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ അതിനെ അതിജയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം. ഒരിക്കലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഭാരമായില്ല. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചു, പ്രവാചകനെ ചേർത്ത് നിർത്തി. എവിടേക്ക് പോകുമ്പോഴും അബൂ ത്വാലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. 12ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ഷാമിലേക്ക് ഒരു യാത്ര ചെയ്തു. റസൂലുള്ളാഹിയുടെ 12ാമത്തെ വയസ്സിൽ. അറബികളുടെ പ്രധാന കച്ചവട മാർഗം ഷാമും യമനുമാണ്. ചരിത്രത്തിൽ 2 തവണ ഷാമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടത്തിന് പോയത് നമുക്ക് കാണാൻ കഴിയും. യമനിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടത്തിന് അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് യാത്ര ചെയ്തത് ചരിത്രത്തിലില്ല. അബൂ ത്വാലിബിന്റെ കൂടെ ഷാമിലേക്ക് പോയിട്ടുണ്ട്. പിന്നീട് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കച്ചവട ചരക്കുകളുമായി ഷാമിലേക്ക് യാത്ര പോയിട്ടുണ്ട്. അങ്ങനെ അബൂ ത്വാലിബിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നു. പോകുമ്പോൾ കൊണ്ടുപോകാനൊരു കാരണമുണ്ട്. മക്കയിൽ കുട്ടിയെ തനിച്ചുകൂടാൻ അബൂ ത്വാലിബിന് പേടിയാണ്. അത്രമാത്രം സ്നേഹം. കുട്ടിയെ മക്കയിൽ തനിച്ചാക്കി ഷാമിലേക്ക് പോയി, സിറിയയിലേക്ക് പോയി തിരിച്ചു വരാനുള്ള പേടി. പോകുമ്പോൾ ആ കച്ചവട സംഘത്തിന്റെ കൂടെ കുട്ടിയെയും കരുതുന്നു. ഖുറൈശി നേതാക്കൾ ആ യാത്രയിൽ കൂടെയുണ്ട്. ആ യാത്രയിൽ ഒരു ക്രൈസ്തവ പുരോഹിതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ബഹീറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വേദത്തിൽ നല്ല അറിവുള്ള, വേദം പഠിച്ചൊരു മനുഷ്യൻ. അയാൾക്കറിയാം ഒരു പ്രവാചകന്റെ ആഗമനത്തിനുള്ള സമയമായിട്ടുണ്ട്. യഹൂദികളും ക്രിസ്ത്യാനികളും എല്ലാവരും അന്തിമ പ്രവാചകനെ പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ. അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കൃത്യമായി വരാനിരിക്കുന്ന പ്രവാചകൻ അവർ മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ അവരുടെ വിഭാഗത്തിൽ നിന്ന് വന്നില്ല എന്നതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാൻ അവർക്കുണ്ടായ പ്രയാസം. ബഹീറ ആ യാത്രാ സംഘത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അന്വേഷിക്കുകയും ആ കൊച്ചു ബാലനെ കണ്ട് അബൂ ത്വാലിബിന് അരികിലേക്ക് വിളിച്ച് ഈ കുട്ടിയുടെ വിഷയം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഉപദേശം നൽകുകയാണ്. ഈ കുട്ടിയുടെ വിഷയത്തിൽ യഹൂദികളെ ഞാൻ ഭയപ്പെടുന്നു, അവരുടെ ഭാഗത്തുനിന്ന് അക്രമങ്ങൾ ഉണ്ടാകുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന താക്കീത് നൽകുകയും ചെയ്തു. അഥവാ ഒരു വരാനിരിക്കുന്ന പ്രവാചകനായേക്കാം, കരുതലോടുകൂടെ ഈ കുഞ്ഞിനെ നോക്കണം എന്ന നിർദ്ദേശമാണ് സംസാരത്തിലുള്ളത്. ഉടൻ അബൂ ത്വാലിബ് ആ കുഞ്ഞുമായി മക്കയിലേക്ക് മടങ്ങുന്നു. പിന്നീട് വളരെ കരുതലോടുകൂടെയാണ് അബൂ ത്വാലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചു പോകുന്നത്. നാട്ടിലെ രീതി പോലെ തന്നെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധ്വാനിക്കാൻ ആരംഭിച്ചു. ഇന്നത്തെ രൂപത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നേടിയിട്ടില്ല. എഴുത്തും വായനയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയില്ല. എന്നാൽ എഴുത്തും വായനയും അറിയുന്നവരുണ്ട്. സ്വഹാബാക്കളിൽ തന്നെ എഴുത്തും വായനയും അറിയുന്ന ആളുകളുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണ്, നിരക്ഷരനാണ്. സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത, ഒരു പുസ്തകം നൽകിയാൽ അതിൻ്റെ ചട്ട അതൊന്ന് മറിച്ചു നോക്കി വായിക്കാൻ പോലും കഴിയാത്ത വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രവാചകൻ
അന്ന് അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. പ്രധാനമായി അന്നുണ്ടായിരുന്ന സമ്പാദന മാർഗം എന്ന് പറഞ്ഞാൽ ഒന്ന് കച്ചവടമാണ്, മറ്റൊന്ന് കൃഷിയാണ്, അതുപോലെ ആടുമേക്കലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ മേച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റഅൽ ഗനം. ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാം അവര് ആടിനെ മേച്ചിട്ടുണ്ട്. സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, വ അൻത, അള്ളാഹുവിന്റെ റസൂൽ അങ്ങും ആടിനെ മേച്ചിട്ടുണ്ടോ? ഖാല നഅം കുൻതു അർആഹ അലാ ഖറാരീത് ലി അഹ്ലി മക്ക. ഏതാനും ദിർഹമുകൾക്ക്, ദീനാറുകൾക്ക്, അതിനുവേണ്ടി ഞാനും മക്കക്കാർക്ക് വേണ്ടി ആടിനെ മേച്ചിട്ടുണ്ട്. അഥവാ തൊഴിൽ ചെയ്ത് ജനങ്ങളിൽ നിന്ന് പണം സമ്പാദിച്ചിട്ടുണ്ട്, പണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അജിയാദിന്റെ മലമ്പാതകളിൽ, ജബലുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ മേച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുക എന്നതാണ് പ്രവാചകന്മാരുടെ രീതി. അവര് സമൂഹം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല അവരുടെ കാലം കഴിഞ്ഞുപോയിരുന്നത്, അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞുപോയിരുന്നത്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം അധ്വാനിച്ചവരാണ്, തൊഴിൽ ചെയ്തവരാണ്. ഏത് തൊഴിലും മാന്യമാണ്. ഇന്ന് പല ആളുകൾക്കും ഇന്ന തൊഴിൽ കിട്ടിയാലേ ജോലി ചെയ്യൂ, അവരുദ്ദേശിക്കുന്ന അതേ തൊഴിൽ കിട്ടണം. അങ്ങനെ കാലം കടന്നു പോവാൻ 30 40 ഒരു തൊഴിലുമില്ല, ഒരു അധ്വാനവുമില്ല. ഇല്ല, ഇസ്ലാമിന്റെ ശീലം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കണം, തൊഴിൽ ചെയ്യണം, തൊഴിൽ മേഖലകളിലേക്ക് പോകണം. എന്നാൽ അത് ആരാധനകൾക്ക് തടസ്സമാകരുത്. ആരാധനയുടെ സമയങ്ങളിൽ നമ്മൾ ആരാധന നിർവഹിക്കണം, അത് കൃത്യമായിക്കൊണ്ട് നിർവഹിക്കണം. നമ്മുടെ നമസ്കാരത്തിന്, നമ്മുടെ ജുമഅക്ക് ഒന്നും നമ്മുടെ കച്ചവടമോ വ്യാപാരമോ അതൊന്നും തടസ്സമാകരുത്. അതോടൊപ്പം തൊഴിൽ ചെയ്യുന്നൊരു മനസ്സു വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്. ഈ അധ്വാനിക്കുക, തൊഴിൽ ചെയ്യുക എന്നത് തവക്കുലിനെതിരല്ല. അല്ലാഹ് റിസ്ക് നൽകുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ആരാധനകൾ ചെയ്തൊരു മൂലയിലിരിക്കുക, അതല്ല ഇസ്ലാം. അങ്ങനെ ഒരു തവക്കുൽ പ്രവാചകന്റെ ജീവിതത്തിൽ പോലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊഴിൽ ചെയ്തു, അധ്വാനിച്ചു. മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരും ആ രൂപം സ്വീകരിച്ചു. അതാണ് നാം സ്വീകരിക്കേണ്ട രീതി. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശീലിപ്പിക്കുകയാണ്. ആടുമായി ഇടപഴകുമ്പോൾ ക്ഷമയുണ്ടാകും, ക്ഷമ പഠിക്കും. ചില ഗുണങ്ങൾ ആ മനുഷ്യനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് ഇറങ്ങാൻ പോവാൻ, ദഅവത്തുമായി ഇറങ്ങുമ്പോൾ കൂരമ്പുകൾ ഉണ്ടാകും, കനൽപദങ്ങൾ താണ്ടിയാണ് ആ യാത്ര. അതുകൊണ്ട് ക്ഷമ പരിശീലിപ്പിക്കപ്പെടണം. ആ പരിശീലനം ചെറിയ പ്രായത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെടുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാട്ടിലെ പൊതു നന്മകളിൽ പങ്കാളിയായി. സമൂഹ ശ്രേണിയിൽ നിന്ന് മാറി വേറിട്ടു പോവുകയല്ല, നാട്ടിലെ പൊതു നന്മകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നു. ഹർബുൽ ഫിജാർ അതിന് ഉദാഹരണമാണ്. റസൂലുള്ളാഹിയുടെ 20-ാമത്തെ വയസ്സ്, 25-ാമത്തെ വയസ്സ് എന്ന അഭിപ്രായം കാണാൻ കഴിയും. അങ്ങനെ ഹർബുൽ ഫിജാറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതാനും ദിവസങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഹർബുൽ ഫിജാർ യുദ്ധം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് അറേബ്യയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഹിൽഫുൽ ഫുദൂൽ. അത് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. യമനിയായ ബനു സുബൈദിയായ ഒരു വ്യക്തി മക്കയിലേക്ക് വരുന്നു. ആസുബിനു വായിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവാണ്. അദ്ദേഹവുമായി ഒരു ഇടപാട് ഈ ബനു സുബൈദി നിർവഹിക്കുകയാണ്. ബനു സുബൈദിയായ വ്യക്തി നിർവഹിക്കുകയാണ്. ആ ഇടപാടിൽ ധാരാളം പണം ആസുബിനു വായിൽ ഈ സുബൈദിക്ക് നൽകാനുണ്ട്. പക്ഷെ അദ്ദേഹം ആ പണം നൽകാൻ തയ്യാറായില്ല. കാരണം വിദേശിയല്ലേ, ആര് ചോദിക്കാൻ, ആര് പറയാൻ? എൻ്റെ കൂടെ കുടുംബമുണ്ട്, നാട്ടുകാരുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അക്രമം ചെയ്താലും ആരും ചോദിക്കില്ല എന്ന ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ ആ വിദേശിയുടെ പണം ആസുബിനു വായിൽ കൈവശം വെച്ചു. അദ്ദേഹം നൽകില്ല എന്ന് പറഞ്ഞു. ഒരുപാട് പണം അദ്ദേഹത്തിന് കിട്ടാനുണ്ട്. ആ വ്യക്തി ജബൽ
അബി ഖുബൈസിന്റെ മുകളിൽ കയറി. ഒരു പ്രഭാത സമയം, ഒരു ഫജ്ർ ഉദിച്ചു വരുന്ന സമയം. ആ സമയത്ത് ഖുറൈശികൾ കഅബയുടെ അരികിലുണ്ടാകും. എന്നിട്ട് അദ്ദേഹം ഉറക്കെ അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ കവിതയായി പാടി. ജാഹിലിയത്ത് അങ്ങനെയാണ്, സങ്കടങ്ങൾ കവിതകളാണ്, സന്തോഷങ്ങൾ കവിതകളാണ്. അവരുടെ യുദ്ധം പോലും, കവിതകളിലൂടെയുള്ള യുദ്ധങ്ങൾ പോലും ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു ഗോത്രത്തിന് മറുപടി കവിത, ഉടനെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് കവിത, കവി അരങ്ങുകൾ. ഈ മനുഷ്യൻ തന്റെ സങ്കടം കവിതയായി പാടുകയാണ്. യാ ആല ഫിഹിരിൻ ലിമദ്ലൂമിൻ ബിദാഅതഹു ബിബത്നി മക്കത നാഇദ്ദാരി വന്നഫരി വമുഹരിമുൻ അശ്അസുൻ ലം യഖ്ലി ഉംറതഹു യാ ലരിജാലി വബൈനൽ ഹിജരി വന്നഫരി. ആ മനുഷ്യന്റെ സങ്കടം അദ്ദേഹം ഒരു കവിതയായി പാടുകയാണ്. യാ ആല ഫിഹിർ എന്ന് വിളിച്ചുകൊണ്ടാണ്, അഥവാ ഖുറൈശികളെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം സങ്കടം പറയുന്നത്. കുടുംബം അകലെയാണ്, ഞാനൊരു വിദേശിയാണ്, എന്റെ പണം ഇതാ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, മദ്ലൂമാണ് ഞാൻ, അതുകൊണ്ട് നീതി വേണം എന്ന ആശയമാണ് ആ മനുഷ്യൻ അവിടെ പറയുന്നത്. ഇത് കേട്ട് ഖുറൈശികൾ അബ്ദുല്ലാഹിബിനു ജുദ്ആൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുമിച്ചുകൂടി. അവരല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു, മദ്ലൂമിന് വേണ്ടി നമ്മൾ നിലകൊള്ളും. ഇതാ നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി വന്ന് അദ്ദേഹം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, മദ്ലൂമാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ ഹക്ക് പിടിച്ചു വെക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ മദ്ലൂമിന്റെ ഹക്ക് തിരിച്ചു നൽകും, ആ ഹക്ക് വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവരെല്ലാം സത്യം ചെയ്തു, ഖുറൈശികൾ. ഈ സത്യത്തിന് അവര് നൽകിയ പേരാണ് ഹിൽഫുൽ ഫുദൂൽ. ഫദൽ എന്നു പേരുള്ള ആളുകളാണ് അതിലേക്ക് ആദ്യം വരുന്നത്. അതുകൊണ്ടാണ് ഹിൽഫുൽ ഫുദൂൽ എന്ന ഒരു പേര് നൽകിയത് എന്ന് ചില അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ജാഹിലിയത്തിൽ നടന്നൊരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 25 അല്ലെങ്കിൽ 20 വയസ്സ് പ്രായമുള്ള ആ ഒരു സമയത്ത് നടന്ന സംഭവമാണിത്. പിന്നീട് ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് ശഹിദ്തു ഫീ ദാരി അബ്ദില്ലാഹി ഇബ്നു ജുദ്ആൻ ഹിൽഫൻ ലൗ ദുഈതു ബിഹി ഫിൽ ഇസ്ലാമി ലഅജബ്തു. അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ വീട്ടിൽ ഹിൽഫുൽ ഫുദൂലിൽ ഞങ്ങൾ ജാഹിലിയത്തിൽ ഞാനതിൽ പങ്കുചേർന്നു. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി, അഥവാ ഇസ്ലാം വന്നതിന് ശേഷവും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം നൽകും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപ്പയുടെ സഹോദരന്മാരുടെ കൂടെ, അവരുടെ കൂടെയാണ് ഞാൻ അതിൽ പങ്കെടുത്തത്. ഫമാ ഉഹിബ്ബു അന്നലി ഹുംറൻ നഅം വഅന്നി ലാ അൻഖുസുഹു. ഒരു ചുവന്ന ഒട്ടകം, ആ ചുവന്ന ഒട്ടകം എനിക്ക് നൽകിയാൽ പോലും ഞാൻ ഇതെന്ത് ചെയ്യുകയില്ല, ഇത് ലംഘിക്കുകയില്ല. ചുവന്ന ഒട്ടകത്തെ കിട്ടിയാൽ പോലും ഞാനത് ലംഘിക്കുകയില്ല, ഞാനത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പൊതു നന്മകളിൽ സഹകരിക്കണം, സാമൂഹിക ശ്രേണിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതല്ല. അതിന്റെ അർത്ഥം നാട്ടിൽ നടക്കുന്ന എല്ലാ തിന്മകളിലും പങ്കാളിയാകണം, സമൂഹത്തിന്റെ കൂടെ നിൽക്കണ്ടേ എന്ന് പറഞ്ഞ് എല്ലാ ആട്ടവും പാട്ടവും തോന്നിവാസങ്ങളും ചെയ്യുക എന്നാണോ? അല്ല. തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ പൊതു നന്മകളിൽ, സാമൂഹികമായ കാര്യങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. തിന്മയിൽ ഇടകിച്ചേർന്നുകൊണ്ടല്ല, തിന്മയിൽ നിന്നു മാറി നന്മയുടെ പക്ഷം ചേരാൻ, സമൂഹത്തിന്റെ മുന്നിൽ നടക്കാൻ നമുക്ക് സാധിക്കണം. ഏതൊരു മേഖലയിലും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃക. ആ മാതൃക പഠിക്കാം, പിൻപറ്റാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.